Hello. Welcome back to our discussion of the essay Art, Truth and Politics by Harold Pinter. So, in the previous class, we had talked about the United States foreign policy, especially in Nicaragua. നിക്കറാഗ്വയില് ഒരു സൊമോസ ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടായിരുന്നു. അവരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സപ്പോർട്ട് ചെയ്തിരുന്നു. അവർക്കെതിരെ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് സാൻഡിനിസ്റ്റാസ്, അഗസ്റ്റോ ചെസാർ സാൻഡിനോ എന്ന് പറയുന്ന ഒരാളുടെ ഫോളോവേഴ്സ് ആയ സാൻഡിനിസ്റ്റാസ് ഉണ്ടായിരുന്നു. സാൻഡിനിസ്റ്റാസ് ഈ ഡിക്റ്റേറ്റർഷിപ്പിനെ ഓവർത്രോ ചെയ്ത് നിക്കറാഗ്വയിൽ ഒരു പോപ്പുലർ ഒരു ജനകീയമായ ഗവൺമെന്റ് കൊണ്ടുവന്നെങ്കിലും അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദേ ഗേവ് മണി ആൻഡ് വെപ്പൺസ് ടു സം ഗെറില്ല ഫൈറ്റേഴ്സ് കോൾ കോൺട്രാസ് എന്ന് പറഞ്ഞ് ഒരു ഫോഴ്സിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് ഈ കോൺട്രാസ് അവിടെ നിക്കറാഗ്വയിൽ എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. So now we continue. The Sandinistas weren't perfect. They possessed their fair share of arrogance, and their political philosophy contained a number of contradictory elements. But they were intelligent, rational, and civilized. They set out to establish a stable, decent, pluralistic society. The death penalty was abolished. Hundreds of thousands of poverty-stricken peasants were brought back from the dead. Over 100,000 families were given title to land. 2,000 schools were built. A quite remarkable literacy campaign reduced illiteracy in the country to less than 1/7. Free education was established and a free health service. Infant mortality was reduced by a third. Polio was eradicated. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സാൻഡിനിസ്റ്റാസിന് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ, അവരുടെ ഐഡിയോളജിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവര് സിവിലൈസ്ഡ് ആയിട്ട് വളരെ ഇന്റലിജന്റ് ആയ, റാഷണൽ ആയ രീതിയിലാണ് അവര് കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചത്. നല്ലൊരു സൊസൈറ്റി, അത് പ്ലൂറലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിൽ പല തരക്കാരുണ്ടെങ്കിലും, ഇപ്പൊ പല ക്ലാസ്സിലുള്ള ആൾക്കാർ, പല റേസിലുള്ള ആൾക്കാർ, പല മതത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന, അതാണ് പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ അവർ ചെയ്ത ഗുണങ്ങളെ പറ്റിയാണ് പറയണത്. വധശിക്ഷ, ഡെത്ത് പെനാൽറ്റി ഇല്ലാതാക്കി. പിന്നെ ഒരുപാട് പോവർട്ടി സ്ട്രിക്കൺ പെസൻസ് മീൻസ് ഫാമേഴ്സ്, അവർക്ക് ദേ വർ ബ്രോഡ് ബാക്ക് ഫ്രം ദ ഡെഡ് എന്ന് പറഞ്ഞാൽ അവര് ഓൾമോസ്റ്റ് മരിക്കാറായി, അവർ അത്രയും മോശപ്പെട്ട അവസ്ഥയിലുള്ളവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ട്, അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒക്കെ കൊടുത്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നു. ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു. ഒരുപാട് ഫാമിലീസിന് ഒരു ലാൻഡും ഇല്ലാതിരുന്ന ആളുകൾക്ക് ലാൻഡ് കൊടുത്തു. ഒരുപാട് സ്കൂള് പണിതു. ലിറ്ററസി ക്യാമ്പയിൻ നടത്തി. ഫ്രീ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുത്തു. ഫ്രീ ഹെൽത്ത് സർവീസ് കൊടുത്തു. ഇൻഫന്റ് മോർട്ടാലിറ്റി, അത് കുട്ടികൾക്കും അമ്മമാർക്കും തീരെ ന്യൂട്രീഷൻ ഇല്ലാതെ ജനിച്ച ഉടനെ കുട്ടികൾ മരിക്കുന്നതാണ് നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. അത് റെഡ്യൂസ് ചെയ്തു. പോളിയോ ഇല്ലാതാക്കി. അപ്പൊ ഇങ്ങനെ ഒരുപാട് സോഷ്യലി ഗുണമുള്ള കാര്യങ്ങൾ ചെയ്തതാണ് സാൻഡിനിസ്റ്റാസ്. The United States finally brought down the Sandinista government. It took some years and considerable resistance, but relentless economic persecution and 30,000 dead finally undermined the spirit of the Nicaraguan people. They were exhausted and poverty stricken once again. സാൻഡിനിസ്റ്റാസ് വരുന്നതിന് മുമ്പ് അവര് സൊമോസാസിന്റെ കീഴിൽ അകപ്പെട്ട് അവര് പോവർട്ടി സ്ട്രിക്കൺ ആയിരുന്നു. സാൻഡിനിസ്റ്റാസ് ചില രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക കോൺട്രാസിന്റെ സഹായത്തോടു കൂടിയിട്ട് ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റ് വഴി അവരെ ഇല്ലാതാക്കിയതിനു ശേഷം പിന്നെയും നിക്കറാഗ്വൻസിന്റെ കാര്യം വളരെ ദുരിതമായി മാറി. കുറെ വർഷമെടുത്തു. പെട്ടെന്ന് ഒറ്റയടിക്കൊന്നും സാൻഡിനിസ്റ്റാസിനെ തകർക്കാൻ പറ്റിയില്ല. വർഷങ്ങളെടുത്തു. അവര് റെസിസ്റ്റ് ചെയ്തു. പക്ഷെ എന്നാലും കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടും ഒരുപാട് ഇക്കണോമിക് പെർസിക്യൂഷൻ, അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ പല രീതിയിലും ഇവരെ ഉപദ്രവിച്ചുകൊണ്ടും അവരെ ഫൈനലി തകർക്കാൻ പറ്റി. കാസിനോസ് മൂവ്ഡ് ബാക്ക് ഇൻ ടു ദ കൺട്രി. കാസിനോ എന്ന് പറഞ്ഞാൽ ഗാംബ്ലിംഗ് നടക്കുന്ന, ചൂതാട്ടമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് കാസിനോസ്. അതൊക്കെ സാൻഡിനിസ്റ്റാസ് ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അമേരിക്കക്കാർ വന്നപ്പോൾ അതൊക്കെ തിരിച്ചു വന്നു. ഫ്രീ ഹെൽത്ത് ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ വെർ ഓവർ. ബിഗ് ബിസിനസ് റിട്ടേൺഡ് വിത്ത് എ വെഞ്ചൻസ്. അപ്പൊ ഈ ഫ്രീ ഹെൽത്ത്, ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അത് ബിസിനസ്സുകാർക്ക് അതുകൊണ്ട് ലാഭമൊന്നുമില്ല. ഒരു ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അമേരിക്കക്കാർ തിരിച്ചു വന്നു, ഫുൾ ക്യാപിറ്റലിസം തിരിച്ചു വരികയാണ്. ബിസിനസ് മാത്രമായി ഫ്രീ ഹെൽത്ത്, ഫ്രീ എഡ്യൂക്കേഷൻ, അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ലാതായി മാറി. ഡെമോക്രസി ഹാഡ് പ്രിവെയിൽഡ്. ഓക്കെ, സോറി, ഒരു പേജ് വ്യത്യാസം. ഡെമോക്രസി ഹാഡ് പ്രിവെയിൽഡ്. അപ്പൊ ഇതാണ് അമേരിക്ക ഡെമോക്രസി എന്ന് പറയുന്നത്.
But this policy was by no means restricted to Central America. It was conducted throughout the world. It was never ending, and it is as if it never happened. പക്ഷേ ഇത് നിക്കരാഗുവയിലും മറ്റ് സെൻട്രൽ അമേരിക്കൻ കൺട്രീസിലും മാത്രമുള്ള ഒരു പോളിസി അല്ല അമേരിക്കയുടേത്. ലോകത്തെ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് നെവർ എൻഡിങ്. ഒരിക്കലും അത് അവസാനിക്കാതെ അവർ ഇതേ കാര്യം തന്നെ എല്ലാ നാടുകളിലും അവരുടെ ഫോറിൻ പോളിസിന്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് എവിടെയും സംഭവിക്കാത്ത പോലെയാണ്. നേരത്തെ പറഞ്ഞ പോലെ റഷ്യക്കാരൊക്കെ ചെയ്ത ദുഷ്ടത്തരത്തിന് അല്ലെങ്കിൽ ഹിറ്റ്ലറൊക്കെ ചെയ്ത ദുഷ്ടത്തരത്തിന് ഇഷ്ടം പോലെ രേഖകളുണ്ട്. അമേരിക്ക ചെയ്തത് ആരും നോട്ട് ചെയ്ത് വെച്ചിട്ടോ അതിനൊരു പബ്ലിസിറ്റിയും ആരും കൊടുത്തിട്ടില്ല. അത് ആരും ഇത് സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. The United States supported and in many cases engendered every right-wing military dictatorship in the world after the end of the Second World War. I refer to Indonesia, Greece, Uruguay, Brazil, Paraguay, Haiti, Turkey, the Philippines, Guatemala, El Salvador, and of course, Chile. The horror that the United States inflicted upon Chile in 1973 can never be purged and can never be forgiven. അപ്പോൾ നിക്കരാഗുവ പോലെ തന്നെ മറ്റ് കൺട്രീസിലും ഈ പറയുന്ന എല്ലാ കൺട്രീസ്, ഇന്തോനേഷ്യ, ഗ്രീസ്, ഉറുഗ്വേ, അങ്ങനെ ഒരുപാട് കൺട്രീസ് പറയുന്നുണ്ട്. ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നെറ്റിൽ നോക്കാവുന്നതാണ്. ഇപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പിന്റർ പറയുന്നില്ല. പക്ഷെ ഇതേ രീതിയിൽ ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റ് വന്ന് അവിടെ എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു ഗവൺമെന്റ് എന്തെങ്കിലും സോഷ്യലി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, സോഷ്യലി ബെനിഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് അവിടെ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ക്യാപിറ്റലിസത്തിനെ സഹായിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അമേരിക്ക എല്ലാം ചെയ്തത്. Hundreds of thousands of deaths took place throughout these countries. Did they take place? And are they, in all cases, attributable to US foreign policy? The answer is yes, they did take place. And they are attributable to American foreign policy. But you wouldn't know it. അപ്പൊ എന്തായാലും ഈ പറയുന്ന കൺട്രീസിലെല്ലാം ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ്, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ മരണങ്ങൾ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അമേരിക്കയുടെ തെറ്റാണോ, അമേരിക്കയുടെ ഫോറിൻ പോളിസിന്റെ തെറ്റ് തന്നെയാണോ എന്നും ചോദിക്കാം. പിന്റർ പറയാണ്, കൃത്യമായി നിങ്ങൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ ഡെത്ത് എല്ലാം നടന്നിട്ടുണ്ട്. യെസ്, ദേ ഡിഡ് ടേക്ക് പ്ലേസ് എന്ന് മാത്രമല്ല, ദേ ആർ ഓൾ ആട്രിബ്യൂട്ടബിൾ ടു അമേരിക്കൻ ഫോറിൻ പോളിസി. അമേരിക്കക്കാരുടെ തന്നെ തെറ്റാണ്, അവരാണ് ഇതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. പക്ഷേ യു വുഡന്റ് നോ ഇറ്റ്. നമുക്ക് ആർക്കും അറിയാൻ ഒരു നിവൃത്തിയുമില്ല, ആരും അറിയില്ല, കാരണം ഇതിനൊന്നും പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. It never happened. Nothing ever happened. Even while it was happening, it wasn't happening. It didn't matter. It was of no interest. അത് സംഭവിച്ചിട്ടേ ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? സംഭവിക്കുന്നില്ല എന്നല്ല, കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്, ദുഷ്ടതരങ്ങൾ അമേരിക്ക ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും അത് അറിയുന്നില്ല, ആരും അതിന് പബ്ലിസിറ്റി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ. ഈ പാവപ്പെട്ട കുറെ കൺട്രീസിൽ അമേരിക്ക എന്ത് ചെയ്താലും ചുറ്റുമുള്ള ലോകത്തെ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് അതിൽ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല, അവർ അതിനെപ്പറ്റി കെയർ ചെയ്തിരുന്നില്ല. The crimes of the United States have been systematic, constant, vicious, remorseless, but very few people have actually talked about them. You have to hand it to America. It has exercised a quite clinical manipulation of power worldwide while masquerading as a force for universal good. It's a brilliant, even witty, highly successful act of hypnosis. അപ്പോൾ അമേരിക്ക വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കോൺസ്റ്റന്റ് ആയിട്ട്, നിരന്തരമായി വിഷ്യസ്, ക്രൂവൽ ആയിട്ട്, റിമോഴ്സ്ലെസ്, അതിൽ യാതൊരു വിഷമവും തോന്നാത്ത രീതിയിൽ ഈ ദുഷ്ട പ്രവൃത്തികളെല്ലാം മറ്റു രാജ്യങ്ങളിൽ പോയി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതാരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. കാരണം അമേരിക്ക ഇതെല്ലാം യൂണിവേഴ്സൽ ഗുഡ്, ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്, ഡെമോക്രസിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അമേരിക്ക പ്രിറ്റൻഡ് ചെയ്തു, മാസ്കുറേഡ് ചെയ്തു, വേഷം കെട്ടി നടന്നു, പ്രിറ്റൻഡ് ചെയ്തു എന്നാണ് മാസ്കുറേഡിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഓൾമോസ്റ്റ് ലോകത്തെ മുഴുവൻ ഹിപ്നട്ടൈസ് ചെയ്ത് അവരെ എല്ലാവരെയും പറ്റിക്കുകയാണ് അമേരിക്ക ചെയ്തത്. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് എല്ലാവരുടെയും കൺമുന്നിൽ വെച്ചിട്ട് അമേരിക്കക്ക് ഇത് ചെയ്യാൻ പറ്റി, എന്നാൽ ആരും ഇത് അറിഞ്ഞിട്ടേയില്ല. അത് സംഭവിക്കുന്നത്, അമേരിക്ക ഇതെല്ലാം ചെയ്യുന്നത് നന്മയുടെയും ഡെമോക്രസിന്റെയും പേരിലായതുകൊണ്ടാണ്. What has happened to our moral sensibility? Did we ever have any? What do these words mean? Do they refer to a term very rarely employed these days, conscience? A conscience to do not only with our own acts, but to do with our shared responsibility in the acts of others. Is all this dead?
അപ്പൊ എന്താണ് നമ്മളുടെ മോറൽ കോൺഷ്യൻസ് എന്ന് പറയുന്നത്, നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത്, കോൺഷ്യൻസ് എന്ന് പറയുന്നതും മൊറാലിറ്റി, അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നമ്മളുടെ ഒരു ഐഡിയ, അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടോ? ലോകരാഷ്ട്രങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഈ മനസാക്ഷി എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണൽ ആയിട്ടുള്ള മനസാക്ഷി അല്ല. ഇറ്റ് ഇസ് നോട്ട് ഓൺലി ടു ഡു വിത്ത് അവർ ഓൺ ആക്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നത് മാത്രമല്ല മനസാക്ഷി, മറ്റുള്ളവർ, ദി ആക്ട്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ നമുക്കൊരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൂടിയാണ് മനസാക്ഷി എന്ന് പറയുന്നത്. സോ നമ്മൾ മറ്റൊരു, ഇഫ് you belong to India or you belong to Britain or you belong to some European country, you can't just keep quiet and say, oh that is America, അമേരിക്കയല്ലേ ചെയ്യുന്നത്, എന്റെ രാഷ്ട്രമല്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. മറ്റുള്ളവർ ചെയ്യുന്നതിലും നമുക്കും അവര് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രങ്ങൾ മിണ്ടാതിരുന്നാൽ നമ്മൾ അവരെ എൻകറേജ് ചെയ്യാണ് എന്നും, അത് നമ്മളുടെ കോൺഷ്യൻസിന്, നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യമാണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ലുക്ക് അറ്റ് Guantanamo Bay. Hundreds of people detained without charge for over 3 years with no legal representation or due process, technically detained forever. This totally illegitimate structure is maintained in defiance of the Geneva Convention. It is not only tolerated but hardly thought about by what is called the international community. This criminal outrage is being committed by a country which declares itself to be the leader of the free world. Do we think about the inhabitants of Guantanamo Bay? What does the media say about them? They pop up occasionally, a small item on page 6. They have been consigned to a no man's land from which they may never return. At present, many are on hunger strike, being force-fed, including British residents. Okay, ഇതുവരെയുള്ളത് പറയാം. അപ്പോ ഒരു എക്സാമ്പിൾ ആയി പറയുന്നത്, അമേരിക്ക ചെയ്ത ഒരു തെറ്റ് പക്ഷെ മറ്റുള്ളവർ മിണ്ടാതിരിക്കുക, അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് Guantanamo Bay എന്ന് പറയുന്ന ഒരു സ്ഥലം. Guantanamo Bay ഇസ് എ പ്ലേസ് ഇൻ ക്യൂബ. ഓക്കെ, ക്യൂബയിലെ ഒരു സ്ഥലമാണ്. പക്ഷെ അത് വെറും ഒരു സ്ഥലം മാത്രമല്ല. ഇൻ Guantanamo Bay, അമേരിക്ക ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ മിലിറ്ററി പ്രിസൺ, എ മിലിറ്ററി സെന്റർ. അവിടെ പല യുദ്ധങ്ങളിലും അമേരിക്ക അറസ്റ്റ് ചെയ്ത ആൾക്കാരെ, അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധമുണ്ടെന്ന് സസ്പെക്ട് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത ആൾക്കാര്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് അമേരിക്കക്കെതിരെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് വെറും സസ്പിഷനോടുകൂടി അറസ്റ്റ് ചെയ്ത് അവിടെ കുറെ ആൾക്കാരെ ഇംപ്രിസൺ ചെയ്തിട്ടുണ്ട് ഈ Guantanamo Bay എന്ന് പറയുന്ന മിലിറ്ററി പ്രിസണിൽ. പക്ഷെ അവിടെ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവരെ ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, അവരെ ഇംപ്രിസൺ ചെയ്തിരിക്കുകയാണ്, അവിടെ തടവിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ ദർ ഇസ് നോ ചാർജ്. അവർക്കെതിരെ കൃത്യമായിട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവർക്കെതിരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒരു ചാർജും അവർക്കെതിരെ ഫയൽ ചെയ്തില്ല. എന്തിനു വേണ്ടിയാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്ന് പോലും കൃത്യമായിട്ട് ആർക്കും അറിയില്ല. വർഷങ്ങളോളം അവരെ ചാർജ് ചെയ്യാതെ, ആൻഡ് ചാർജ് ചെയ്താൽ ഉടനെ എന്ത് വേണം, അവരെ കോടതിയിലേക്ക് വിടണം, അവർക്കൊരു വക്കീലിന്റെ സഹായം കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഒരു ഡെമോക്രസിയിൽ ചെയ്യേണ്ടത്. പക്ഷെ ഇതൊന്നും അമേരിക്ക ചെയ്തിട്ടില്ല. അവർക്ക് ലീഗൽ റെപ്രസെന്റേഷൻ, അതായത് ഒരു വക്കീലിന്റെ സഹായം അവർക്ക് കൊടുത്തിട്ടില്ല. ഡ്യൂ പ്രോസസ് ഇല്ല. ഡ്യൂ പ്രോസസ് എന്ന് പറഞ്ഞാൽ എത്ര ദുഷ്ടനായ അല്ലെങ്കിൽ എന്തൊരു വലിയ ക്രൈമിന് അക്യൂസ് ചെയ്ത ഒരാളെ പിടിച്ചാലും അവർക്ക് നിയമത്തിന്റെ മുന്നിൽ അവർക്ക് ആർഗ്യൂ ചെയ്യാനും അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുമുള്ള ഒരു അവസരം കൊടുക്കണം എന്നുള്ളതാണ് ഡ്യൂ പ്രോസസ് എന്ന് പറയുന്നത്. അങ്ങനെ യാതൊന്നുമില്ലാതെ എത്ര കാലത്തേക്കെന്ന് അറിയാതെ ടെക്നിക്കലി ഡീറ്റെയിൻഡ് ഫോർ എവർ, അവരെ അവിടെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, എന്ന് അവർക്കെതിരെ ചാർജ് എഴുതും, എന്ന് അവർക്ക് കോടതിയിൽ പോകാൻ പറ്റും, എന്ന് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവർക്ക് പറ്റുമെന്ന് അറിയാതെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് Guantanamo Bayയിൽ. ആൻഡ് ദിസ് ഇസ് എൻ ഇല്ലെജിറ്റിമേറ്റ് സ്ട്രക്ചർ, കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആയ, കംപ്ലീറ്റ്ലി എന്താ പറയാ, ലോയിനെതിരെയാണ്, മൊറാലിറ്റിക്ക് എതിരെയാണ്. അങ്ങനെ ആൾക്കാരെ യാതൊരു കാരണവും ഇല്ലാതെ, കൃത്യമായ റീസൺ ഇല്ലാതെ അവരെ പിടിച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്തിടുന്നത്. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് ഈ Guantanamo Bay. അതാണെങ്കിൽ ജനീവ കൺവെൻഷന് എതിരാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് മെയിൻറ്റെയിൻഡ് ഇൻ ഡിഫൈൻസ് ഓഫ് ദ ജനീവ കൺവെൻഷൻ. ജനീവ കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ട്രീറ്റീസ് ആണ്, ലോകരാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ ഉടമ്പടികളാണ് ജനീവ കൺവെൻഷൻ ഉണ്ടായത്. വിച്ച് ഇസ് ടു ടോക്ക് അബൌട്ട് ഹൗ യു ഷുഡ് ട്രീറ്റ് പീപ്പിൾ ഹു ആർ നോ ലോങ്ങർ ഇൻവോൾവ് ഇൻ വാർ. അതായത് ഒരു യുദ്ധത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടു എന്ന് സസ്പെക്ട് ചെയ്ത് നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ ഒരിക്കൽ യുദ്ധത്തിൽ പങ്കെടുത്ത് പിന്നെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരായിരിക്കാം. കാരണം യുദ്ധ കളത്തിൽ വെച്ച് ഒരാളെ വെടിവെച്ച്
ഇടുന്നത് പോലെയല്ല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ദേ ആർ നോട്ട് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് യു എനിമോർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരെ മനുഷ്യത്വപരമായി ട്രീറ്റ് ചെയ്യണം, അത് ഏതൊക്കെ രീതിയിൽ വേണം എന്ന് കൃത്യമായി പറയുന്ന ഒരു സെറ്റ് ഉടമ്പടികളാണ്, ഒരു സെറ്റ് ട്രീറ്റീസ് ആണ് ജനീവ കൺവെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ജനീവ കൺവെൻഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഹ്യൂമാനിറ്റേറിയൻ പോയിന്റ്സിനും എതിരെ ആണ് ഈ ഗ്വാണ്ടനാമോ ബേ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, അത് നമ്മൾ സഹിക്കുന്നു. അമേരിക്ക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ സഹിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ, അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, മറ്റ് ലോകരാഷ്ട്രങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. കാരണം അവരൊക്കെ ഏതോ വാർ ക്രിമിനൽസ് അല്ലേ, അവരെ എന്ത് പണി ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആക്കുന്നത്. പക്ഷെ അവർ ശരിക്കും വാർ ക്രിമിനൽസ് ആണോ, അവർ തെറ്റ് ചെയ്തവർ തന്നെയാണോ, അതോ അമേരിക്ക വെറുതെ ടെററിസ്റ്റ് എന്നും വാർ ക്രിമിനൽ എന്നും കമ്മ്യൂണിസ്റ്റ് എന്നും ഒക്കെ പല പേര് പറഞ്ഞ് വെറുതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ട് ആൾക്കാരാണോ എന്ന് ആർക്കും അറിയില്ല. ആൻഡ് ലീഡർ ഓഫ് ദ ഫ്രീ വേൾഡ് എന്നാണ് അമേരിക്ക സ്വയം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ പറയുന്ന ഒരു കൺട്രിയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ആൻഡ് നമ്മൾ സാധാരണ മനുഷ്യർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളുടെ ലീഡേഴ്സ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പ്രസിഡന്റുമാര്, പ്രൈം മിനിസ്റ്റർമാർ ആരും ഗ്വാണ്ടനാമോ ബേയിൽ എന്ത് സംഭവിക്കുന്നു ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. മീഡിയ ഇതിനെപ്പറ്റി പറയുന്നില്ല. എപ്പോഴെങ്കിലും മീഡിയയിൽ ഇതിനെപ്പറ്റി വരികയാണെങ്കിൽ തന്നെ സ്മോൾ ഐറ്റം ഓൺ പേജ് 6, അതായത് ഫ്രണ്ട് പേജിൽ വലിയ ന്യൂസ് വരുന്നിടത്തല്ല, അകത്തുള്ള ഏതെങ്കിലും ഒരു പേജിൽ ഒരു ചെറിയ ന്യൂസ് ഐറ്റം ആയിട്ട് മാത്രമേ ഗ്വാണ്ടനാമോ ബേയിലെ ആൾക്കാരെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടാവുള്ളൂ. They have been consigned to a no man's land from which indeed they may never return. A no man's land means a land where there are no laws. യാതൊരു നിയമങ്ങളും ഇല്ല, നിയമങ്ങളുടെ സുരക്ഷ ഇല്ലാത്ത ഒരു നാട്ടിലാണ്, അങ്ങനത്തെ ഒരു ലോകത്താണ് ഈ ആളുകൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് അവർ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇപ്പോ അവിടെയുള്ള പല റെസിഡൻസും അവരുടെ റൈറ്റ്സിന് വേണ്ടി പോരാടുകയാണ്, ഫൈറ്റ് ചെയ്യാണ്, ഹങ്കർ സ്ട്രൈക്കിലാണ്. അവരവിടെ നിരാഹാര സത്യാഗ്രഹം ചെയ്യുകയാണ്. ആൻഡ് നിരാഹാര സത്യാഗ്രഹം ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാതെ അവർ മരിക്കാതിരിക്കാൻ വേണ്ടി അവരെ നിർബന്ധിച്ച് ഫോഴ്സ് ഫീഡ് ചെയ്യും, ട്യൂബൊക്കെ ഇട്ടിട്ട് അവരെ ഫീഡ് ചെയ്യുമ്പോൾ വളരെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ളത്. അവിടെ ബ്രിട്ടീഷ് റെസിഡൻസ് അടക്കമുണ്ട്. ബ്രിട്ടീഷ് സിറ്റിസൺസ് ആയ ആളുകൾ പോലും അവിടെ ഉണ്ട്. എന്നിട്ട് പോലും ബ്രിട്ടൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ സിറ്റിസൺസിനെ അമേരിക്ക കൊണ്ടുപോയി ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലും ബ്രിട്ടൻ സംസാരിക്കുന്നില്ല. അതുപോലെ ഏത് കൺട്രീസിലുള്ള ആൾക്കാരാണെങ്കിലും അധികവും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. No niceties in these force feeding procedures, no sedative or anesthetic, just a tube stuck up your nose and into your throat. You vomit blood. This is torture. ഫോഴ്സ് ഫീഡിങ്ങിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇയാൾ പറയാണ്. ആരും വിചാരിക്കുന്ന പോലെ വളരെ ഡീസെന്റ് ആയി നൈസ് ആയിട്ടൊന്നുമല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആൾക്കാരെ കിടത്തി അവർക്ക് അനസ്തേഷ്യ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടോ അങ്ങനെയൊന്നും അല്ല. ഇത് നോസിലേക്കും ത്രോട്ടിലേക്കും ഒരു ട്യൂബ് ഇട്ടിട്ട് അതിലേക്ക് ഫുഡ് കുത്തി നിറച്ച് കയറ്റാണ്. ശരിക്കും ടോർച്ചർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടോർച്ചർ തന്നെയാണ്. And what has the British Foreign Secretary said about this? Nothing. What has the British Prime Minister said about this? Nothing. Why not? Because the United States has said to criticize our conduct in Guantanamo Bay constitutes an unfriendly act. You are either with us or against us. So Blair shuts up. അപ്പോൾ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറിയോ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററോ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതിന്റെ കാരണം എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പറഞ്ഞു, ഞങ്ങൾ ഗ്വാണ്ടനാമോ ബേയിൽ വെച്ചിരിക്കുന്നതെല്ലാം ടെററിസ്റ്റുകളും വാർ ക്രിമിനൽസും ആണ്. അവർക്കെതിരെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അതിനെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ നിങ്ങളും അവരോടൊപ്പമാണ്, നിങ്ങൾ ഞങ്ങൾക്കെതിരെയാണ്. യു ആർ ഐദർ വിത്ത് us ഓർ അഗൈൻസ്റ്റ് us. ഒന്നെങ്കിൽ നിങ്ങൾ ഫുള്ളി ഞങ്ങളുടെ ഒപ്പമാണ്, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ യു ആർ അഗൈൻസ്റ്റ് us, നിങ്ങളും ഞങ്ങളുടെ എനിമീസ് ആണ്. ആ രീതിയിലാണ് അമേരിക്ക പറയുന്നത്. അപ്പൊ അതിനിടയിൽ യാതൊരു ഐദർ അഗൈൻസ്റ്റ് us ഓർ വിത്ത് us എന്നുള്ളതിനിടയിൽ യാതൊരു സ്ഥാനവും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ടോണി ബ്ലെയർ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. ഇനി അതുപോലെ ദ ഇൻവേഷൻ ഓഫ് ഇറാഖ് was a bandit act, an act of blatant state terrorism demonstrating absolute contempt for the concept of international law. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഇൻവേഷൻ ഓഫ് ഇറാഖിനെ പറ്റിയിട്ടാണ്. സദ്ദാം ഹുസൈനൊക്കെ പ്രീമിയർ ആയിരുന്ന ഇറാഖിൽ
മറ്റേ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് അമേരിക്ക ഇൻവേഡ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അതൊന്നും അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, പിന്നീട് അത് നമുക്ക് മനസ്സിലായി. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോ സത്യം പറഞ്ഞാൽ ടെററിസത്തിനെതിരെ എന്ന് പറഞ്ഞ അമേരിക്ക ചെയ്ത ഇൻവേഷൻ ഓഫ് ഇറാഖ്, ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ, ഇതെല്ലാം സ്റ്റേറ്റ് ടെററിസമാണ്. അമേരിക്ക എന്ന സ്റ്റേറ്റ്, അമേരിക്ക എന്ന രാഷ്ട്രം ചെയ്യുന്ന ഒരു ടെററിസമാണ്. ആൻഡ് ഇന്റർനാഷണൽ ലോ അനുസരിച്ച് ഒരു രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ മറ്റൊരു രാഷ്ട്രത്തിന് ഇടപെടാൻ പാടില്ല. പക്ഷെ അതിനെ കംപ്ലീറ്റ് ആയി ഡിസ്റിഗാർഡ് ചെയ്തുകൊണ്ട്, അതിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പരമപുച്ഛത്തോടെ, അബ്സല്യൂട്ട് കണ്ടന്റ്, പരമപുച്ഛത്തോടെ കൂടിയിട്ടാണ് അതിനെ അമേരിക്ക ട്രീറ്റ് ചെയ്തത്. ദ ഇൻവേഷൻ വാസ് an arbitrary military action inspired, പേജ് പോയി. One second, I will come back to this. ഇതിന്റെ ബാക്കി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ആ പേജ് എവിടെയോ പോയിട്ടുണ്ട്. ഓക്കെ, സോറി.